പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രത്തിലിരിക്കുന്നത് ദൈവമാണ്. നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അവിടെയാണ് പലതരത്തിലുള്ള ചോദ്യങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അല്ലേ. പല ക്ഷേത്രങ്ങളിലും പലതരത്തിലുള്ള നിയമങ്ങളും പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ചില ആളുകൾ ചോദ്യം ചോദിക്കും, ദൈവത്തിനെ കാണാൻ പോകുന്നതിന് എന്തിനാ നിയമം, ദൈവത്തിനെ കാണുന്നതിന് എന്തിനാ നിയന്ത്രണം, ദൈവത്തിനെ കാണാൻ ഇത്ര വയസ്സായിട്ടുള്ള ആൾക്കാർക്കേ പാടുള്ളൂ എന്നുണ്ടോ, അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ദൈവത്തെ കാണാൻ പാടില്ല എന്നുണ്ടോ. പക്ഷെ ശബരിമല പ്രക്ഷോഭമൊക്കെ ഉണ്ടായിട്ടുള്ള സമയത്ത് നമ്മൾ കണ്ടിരുന്നത് എന്താ, സ്ത്രീകളെ കണ്ടാൽ എന്താ കുഴപ്പം, ദൈവത്തിന് എന്താ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പെണ്ണുങ്ങളെ കാണാൻ പാടായുണ്ടോ ദൈവത്തിന്. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ദൈവം എന്ന് പറയുന്ന സങ്കല്പമുണ്ട്, അത് വളരെ സെമിറ്റിക് ആയിട്ടുള്ളൊരു സങ്കല്പമാണ്. കാരണം സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ആരാധിക്കാൻ ഈ പറയുന്ന അനന്തകോടി ഗാലക്സികളിലുള്ള ഒരു മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലെ അനേക കോടി സൗരയൂഥങ്ങൾക്കുള്ളിലെ ഒരു കുഞ്ഞു സൗരയൂഥത്തിലെ ഒരു കുഞ്ഞു ഗ്രഹത്തിലുള്ള ഒരു ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ, ഒരു ജില്ലയിലെ, ഒരു പഞ്ചായത്തിലെ, ഒരു വീട്ടിൽ താമസിക്കുന്ന നമ്മളാര്, നമ്മുടെ പ്രാർത്ഥന എവിടെ എത്തുന്നു? ലളിതയിൽ ഭഗവതിനെ പറ്റി പറയുന്നത് അനേക കോടി ബ്രഹ്മാണ്ട ജനനി എന്നാണ്. എന്താ അനേക കോടി ബ്രഹ്മാണ്ട ജനനി? അവളുടെ കാലിന് ചോട്ടിലുള്ള പാദധൂളികളിൽ നിന്ന് അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉടലെടുക്കുന്നു എന്നാ. അങ്ങനെയുള്ള അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിൽ ഒരു ബ്രഹ്മാണ്ടത്തിലെ, ഒരു സൗരയൂഥത്തിലെ, ഒരു ഭൂഖണ്ഡത്തിലെ മനുഷ്യൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന സമ്പ്രദായം ഹിന്ദുധർമ്മത്തിലില്ല. ദൈവത്തിന് ആരാധന ആവശ്യമില്ല. അപ്പോൾ ഈ സർവ്വചരാചരങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ദൈവത്തെ അല്ല, നമ്മൾ മൂർത്തികളെയാണ് ക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത്. ക്ഷേത്രത്തിലുള്ളത് ദൈവമല്ല, ദേവനാണ്, ദേവതയാണ്, മൂർത്തിയാണ്. ഗോഡ് ആൻഡ് ഡൈറ്റി ആർ ഡിഫറെൻറ്റ്. ക്ഷേത്രത്തിലൊരു ഡൈറ്റിയാണ്. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സങ്കല്പമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംഹരിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവത്തിനെ നിങ്ങൾ രാവിലെ പോയിട്ട് വിളിച്ച് എണീപ്പിച്ചിട്ട് വേണോ, അതെ രാവിലെ നേരെ പുലർന്നു കേട്ടോ, എണീറ്റോളൂ, ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ച് എണീപ്പിക്കണോ? രാത്രി കിടത്തി ഉറക്കിയിട്ട് വേണോ? അതെ, പ്രപഞ്ചമൊക്കെ പരിപാലിക്കുകയും സംഹരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളല്ലേ, ഇനി രാത്രി കിടന്നിട്ട് രാവിലെ 3 മണിക്ക് എണീക്കാം, ഹരിവരാസനം ചൊല്ലാനുള്ള സമയമായി, അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് വേണോ?